എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. നിലവിൽ സർക്കാരിൻ്റെ 5 ഗ്യാരണ്ടികളിൽ ഒന്ന് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി അടിസ്ഥാനമാക്കി വിതരണം ചെയ്യുമെന്നുള്ള രീതിയാണ്. ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ 6 മാസത്തിനകം തന്നെ 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്നൊക്കെ തന്നെയായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ജൂൺ 19-നാണ് ബഡ്ജറ്റ് നടക്കുന്നത്. സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഏത് മാസം മുതലാണ് നടപ്പിലാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വരുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ്. നിലവിൽ ഒരുപാട് ആളുകൾ ഈ വർഷത്തെ മസ്റ്ററിങ്ങിന്റെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ വാർഷിക മസ്റ്ററിംഗ് ആയിട്ടല്ല എന്ന ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വാർഷിക മസ്റ്ററിംഗ് സാധാരണ മഴക്കാലം എല്ലാം പിന്നിട്ട ശേഷമാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ശേഷമായിരിക്കും, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല എന്ന കാര്യം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്ത ആ ഒരു കാര്യത്തിന് ആനുപാതികമായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ സർക്കാർ പറയുന്ന ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇനി അത് വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പോലും ആ ഒരു തുകയിൽ തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതാണ്. ഇനി പെൻഷനുമായി ബന്ധപ്പെടുത്തി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള സമയപരിധി ഈ ജൂൺ മാസം 30-ാം തീയതി അവസാനിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കണമെന്നുള്ള നിർദ്ദേശമല്ല വന്നത്. അതായത് പഴയ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അവർ അപേക്ഷ വെച്ച സമയത്ത് റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ മുൻഗണന തെളിയിക്കുന്ന മറ്റ് രേഖയോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ഏകദേശം 2.5 ലക്ഷം വരുമെന്നായിരുന്നു മുൻ സർക്കാർ അറിയിച്ചിരുന്നത്. അവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ്. പക്ഷേ മുൻ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ച് 2026 ജൂൺ മാസം 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുവാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് നമ്മുടെ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ഏത് പഞ്ചായത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്തിട്ടുള്ളവരാണ് എങ്കിൽ നമുക്ക് ഇനി ഈ ഒരു വരുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു സമയം മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു തടസ്സവും കൂടാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.